സിൻക്രണസ് മോട്ടോറിനായി വിവിധ എക്സിറ്റേഷൻ, ലോഡിംഗ് അവസ്ഥകളിൽ V കർവുകൾ ബന്ധിപ്പിക്കുകയും സ്റ്റാർട്ട് ചെയ്യുകയും പ്ലോട്ട് ചെയ്യുകയും അഥവാ ഗ്രാഫ് ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സിൻക്രണസ് മോട്ടറിനായി വ്യത്യസ്ത എക്സിറ്റേഷൻ ലോഡ് അവസ്ഥകളിൽ V കർവുകൾ സ്റ്റാർട്ട് ചെയ്യാനും പ്ലോട്ട് ചെയ്യാനും അഥവാ ഗ്രാഫ് ഉണ്ടാക്കാനുമുള്ള ഇലക്ട്രീഷ്യൻ പ്രാക്ടിക്കൽ സെക്ഷനുകളുടെ പ്രക്രിയയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ലക്ഷ്യങ്ങൾ: ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. സിൻക്രണസ് മോട്ടോർ അതിന്റെ സ്റ്റാർട്ടറുമായി ബന്ധിപ്പിക്കുക. സിൻക്രണസ് മോട്ടോർ അതിന്റെ സ്റ്റാർട്ടർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. V കർവ് പ്ലോട്ട് ചെയ്യുക. ഉപകരണങ്ങൾ: ഇൻസ്ട്രുമെന്റുകൾ, ട്രെയിനുകളുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, MI അമ്മീറ്റർ 0 മുതൽ 10 ആംപിയർ ഒരെണ്ണം, MC അമ്മീറ്റർ 0 മുതൽ 1 ആംപിയർ ഒരെണ്ണം, MI വോൾട്ട്മീറ്റർ 0 മുതൽ 500 വോൾട്ട് ഒരെണ്ണം, ഫ്രീക്വൻസി മീറ്റർ 45-55 ഹെർട്സ് ഒരെണ്ണം, ടാക്കോമീറ്റർ 0 മുതൽ 10,000 RPM ഒരെണ്ണം. ഉപകരണങ്ങൾ: യന്ത്രങ്ങൾ. സിൻക്രണസ് മോട്ടോർ 3 കിലോവോൾട്ട് ആംപിയർ, 500 വോൾട്ട് 3 ഫേസ് 50 ഹെർട്സ്, അനുയോജ്യമായ സ്റ്റാർട്ടർ ഉള്ളത് ഒരെണ്ണം. മുകളിലെ മോട്ടോറിന് അനുയോജ്യമായ DC സോഴ്സ് റെക്ടിഫയർ ഒരെണ്ണം. ITPIC സ്വിച്ച് 32 ആംപിയർ, 500 വോൾട്ട് ഒരെണ്ണം. DPIC സ്വിച്ച് 16 ആംപിയർ, 250 വോൾട്ട് ഒരെണ്ണം. മുകളിലെ മോട്ടോറിന് അനുയോജ്യമായ ഫീൽഡ് റിയോസ്റ്റാറ്റ് ഒരെണ്ണം. മെറ്റീരിയൽസ്: കണക്റ്റിംഗ് ലീഡുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ. സിൻക്രണസ് മോട്ടോർ കണക്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക, ടെസ്റ്റ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് കണക്ഷനുകൾ ഉണ്ടാക്കുക. കണക്ഷനുകൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ കാണിച്ച് അംഗീകാരം നേടുക. ITPIC സ്വിച്ചും DPICയും ക്ലോസ് ചെയ്യുക. നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ അനുസരിച്ച് ഫീൽഡ് കറന്റ് അതിന്റെ റേറ്റ് ചെയ്ത മൂല്യത്തിലേക്ക് ക്രമീകരിക്കുക. പുഷ് ബട്ടൺ S2 അമർത്തിപ്പിടിച്ചിട്ട് S1 സ്വിച്ച് പ്രവർത്തിപ്പിച്ച് മോട്ടോർ ആരംഭിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോർ ഊർജ്ജസ്വലമാക്കുന്നതിന് മുമ്പ് പുഷ് ബട്ടൺ S2 അമർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. S2 അമർത്തുമ്പോൾ ഫീൽഡിലേക്കുള്ള DC സപ്ലൈ വിച്ഛേദിക്കപ്പെടുകയും ഫീൽഡ് വൈൻഡിംഗ് ടെർമിനലുകളായ F1ഉം F2ഉം ഷോർട്ട് ആകുകയും ചെയ്യുന്നു. റോട്ടർ പരമാവധി വേഗത, അതായത് സിൻക്രണസ് സ്പീഡിന്റെ 95% കൈവരിച്ചതിന് ശേഷം പുഷ് ബട്ടൺ S2 റിലീസ് ചെയ്യുക, അതായത് ഫീൽഡ് വൈൻഡിംഗ് DC സപ്ലൈയാൽ എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഫീൽഡ് വൈൻഡിംഗ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നതോടെ മോട്ടോർ സമന്വയത്തിലേക്ക് വരികയും സിൻക്രണസ് വേഗതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വേഗത, സപ്ലൈ വോൾട്ടേജ്, ആവൃത്തി, ലൈൻ കറന്റ്, ഫീൽഡ് എക്സിറ്റേഷൻ കറന്റ് എന്നിവ അളന്ന് പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. ഫോർമുല ഉപയോഗിച്ച് മോട്ടറിന്റെ സിൻക്രണസ് വേഗത കണക്കാക്കുക. NS = 120 F/P. സിൻക്രണസ് വേഗത NS = അളന്ന വേഗതയുമായി സിൻക്രണസ് വേഗത താരതമ്യം ചെയ്ത് അളന്ന വേഗത സിൻക്രണസ് വേഗതയ്ക്ക് തുല്യമാണെന്ന് ഉറപ്പാക്കുക. വ്യത്യസ്ത എക്സിറ്റേഷനിലും ലോഡ് അവസ്ഥയിലും സിൻക്രണസ് മോട്ടോറിനായി V കർവ് പ്ലോട്ട് ചെയ്യുക അഥവാ ഗ്രാഫ് ഉണ്ടാക്കുക. സിൻക്രണസ് മോട്ടോർ അതിന്റെ പരമാവധി വേഗതയിൽ ലോഡ് കൂടാതെ പ്രവർത്തിപ്പിക്കുക. ഫീൽഡ് റിയോസ്റ്റാറ്റ് ക്രമീകരിച്ചുകൊണ്ട് ഫീൽഡ് കറന്റ് ക്രമീകരിക്കുക. എന്നിട്ട് അർമേച്ചർ കറന്റിന്റെയും ഫീൽഡ് കറന്റിന്റെയും റീഡിംഗുകൾ എടുക്കുക. റീഡിംഗുകൾ പട്ടിക 1-ൽ രേഖപ്പെടുത്തുകയും ഒരു വേറിട്ട ഗ്രാഫ് ഷീറ്റിൽ വ്യത്യസ്ത എക്സിറ്റേഷൻ, ലോഡ് അവസ്ഥകളിലുള്ള സിൻക്രണസ് മോട്ടോറിനായി V കർവുകളുടെ ഗ്രാഫ് ഉണ്ടാക്കുകയും ചെയ്യുക.
ലോഡ് ചെയ്ത അവസ്ഥയ്ക്ക് ഇതേ നടപടിക്രമം ആവർത്തിക്കേണ്ടതുണ്ട്. സിങ്ക്രണൈസ് മോട്ടർ അതിന്റെ സ്റ്റാർട്ടറുമായി ബന്ധിപ്പിക്കുക. സിങ്ക്രണൈസ് മോട്ടോർ അതിന്റെ സ്റ്റാർട്ടർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. വി കർവ് പ്ലോട്ട് ചെയ്യുക അഥവാ ഗ്രാഫ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.